ഹായ് മക്കളെ, എക്കോ പ്രതിധ്വനി. ഇതിന്നൊരു ചോദ്യം എന്തായാലും മക്കളെ നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ ഉണ്ടാകുന്നുള്ളത് യാതൊരു സംശയവുമില്ല. മക്കളെ ശ്രദ്ധിച്ചോടാ. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ഇക്വേഷൻ അറിയാന്നുള്ളതാണ്. മക്കളെ ഇക്വേഷൻ എന്താ? എക്കോ എന്ന് പറയുന്നത് തട്ടിയിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. സോ ഇവിടുന്ന് ചോദിക്കുക എപ്പോഴും ഡിസ്റ്റൻസ് കാണാനാണ്, ദൂരം കാണാനാണ്. ഡിസ്റ്റൻസ് കാണാൻ മക്കളെ ഇതിന്റെ ഇക്വേഷൻ ആണ് d ഈക്വൽ ടു TV/2 എന്ന ഇക്വേഷൻ. d ഈക്വൽ ടു TV/2. ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ഫുള്ള് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ സൗണ്ട് സിഗ്നൽ ഒരു സൗണ്ട് ക്വസ്റ്റ്യൻ ഫുള്ളി വായിക്കുന്നില്ല. ഓക്കെ എടാ, ഒരു കപ്പലിന് എന്ത് ചെയ്ത് ഒരു സൗണ്ട് സിഗ്നൽ നേരെ എന്ത് ചെയ്തു, താഴോട്ട് ഇങ്ങനെ ഇട്ടു. അതിങ്ങനെ ഡ്ര താഴെ പോയിട്ട് തിരിച്ചിങ്ങനെ ഡ്ര പറഞ്ഞ മുകളിലോട്ട് വന്നു. ഓക്കെ, മുകളിലോട്ട് വന്നു. എത്ര സമയം കൊണ്ട്? 6 സെക്കൻഡ് കൊണ്ട്. എടാ ഇവിടുത്തെ സ്പീഡ് എത്ര? 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വാട്ടർ ടു ദ ഒബ്ജക്റ്റ്? ഈ താഴെ ഈ വെള്ളത്തിന്റെ മുകളിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത്. ദൂരം ചോദിച്ചാൽ കണ്ണും പൂട്ടി അടിക്കുക. ഇവിടെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സൗണ്ട് തട്ടിയിട്ട് ഉണ്ടോ, റിട്ടേൺ തട്ടിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് TV/2 ആണ് ഇക്വേഷൻ. T എത്രയടാ? 6. V എത്രയടാ? 1500/2. ഓക്കെ, 6/2 എന്ന് പറഞ്ഞാൽ എത്രയടാ? 3 × 1500 എത്ര വരും? 4500 മീറ്റർ. ഇനി ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സിഗ്നൽ? ആലോചിച്ച് നോക്ക്. സിഗ്നൽ ഇങ്ങോട്ട് വന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി ഇല്ലേ? സിഗ്നൽ ഇങ്ങനെ വന്ന് തിരിച്ച്. അപ്പൊ സിഗ്നൽ ടോട്ടൽ ഇങ്ങോട്ട് 4500 അങ്ങോട്ട് 4500 ടോട്ടൽ 9000 കിലോമീറ്റർ എന്ത് ചെയ്യും? 9000 മീറ്റർ എന്ത് ചെയ്യുന്നത് സിഗ്നലിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സിമ്പിൾ ആണ്. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. ഈ സോളാർ സിഗ്നൽ സെൻഡ് ഫ്രം സ്ക്യൂബ ഡൈവർ. സ്ക്യൂബ ഡൈവർ സെൻഡ് ചെയ്തത് റിഫ്ലക്ട് തട്ടിയിട്ട് തിരിച്ചു വന്നു. ഒരു ഒബ്സ്റ്റക്കിൾ, ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്, ഇവിടെ ഇങ്ങനെ തട്ടിയിട്ട് തിരിച്ചു വന്നു. എത്ര സമയം കൊണ്ട്? 0.5 സെക്കൻഡ് കൊണ്ട്. ഓക്കെ, ദെൻ 1500 മീറ്റർ ആണ് അതിന്റെ, മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ സ്പീഡ്. ഞാൻ വീണ്ടും പറയാണ് ഇക്വേഷൻ എന്താ? TV/2. ഓക്കെ, ടി എന്ന് പറയുന്നത് എത്രയാടാ? 0.5 × 1500/2 അല്ലേടാ? 1500/2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 750 വരും. 0.5 എന്ന് പറഞ്ഞാൽ അതും ഹാഫ് ആണ്. ഹാഫിന്റെ 750 പറഞ്ഞാൽ 300 എന്ത് വരും? 75 വരും അല്ലേ? 375 മീറ്റർ എന്ന് വരും. റെഡി? ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. എ ചൈൽഡ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ, എന്തിന്റെ ഇടയിലാണ്? രണ്ട് വലിയൊരു പിന്നെ എന്താ പറയാ ബിൽഡിങ്ങിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. കുട്ടി ഇവിടെ ഉണ്ട്. ഇതാണ് കുട്ടി. ഫസ്റ്റ് ബിൽഡിംഗ് 0.2 സെക്കൻഡ് കൊണ്ടാണ് സൗണ്ട് എന്ത് ചെയ്ത് കേട്ട്, എക്കോ കേട്ട്. ഇവിടെ തട്ടിയിട്ട് തിരിച്ച് എക്കോ കേട്ടു 0.2 സെക്കൻഡ് കൊണ്ട്. സെക്കൻഡ് ബിൽഡിംഗ് 0.3 സെക്കൻഡ് കൊണ്ടാണ് എക്കോ കേട്ട്. സ്പീഡ് ഇവിടെ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ പ്രൊഡ്യൂസിങ് എക്കോ? എക്കോ ഉണ്ടാവണമെങ്കിൽ ആ രണ്ട്, അതായത് നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്ന ആളും ആ വാളും തമ്മിൽ 17.5 മീറ്റർ ഡിസ്റ്റൻസ് വേണം. ഓക്കെ, അതുണ്ടോ നോക്കുക. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബിൽഡിംഗ്. എടാ, ഈ ബിൽഡിങ്ങിന് ഇവിടുത്തെ ഡിസ്റ്റൻസ് നമുക്ക് കാണാം. ഓക്കെ, മറ്റേ കണ്ടിട്ട് കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, d ഈക്വൽ ടു TV/2. ഓക്കെ, ടി എന്ന് പറയുന്നത് 0.2 ആണ്. പിന്നെ v എന്ന് പറയുന്നത് പിന്നെ 340 ഓക്കെ, ഇത് രണ്ടും കട്ട്. ഈ 0.2 × 340 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 68 വരും. 68/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 34 വരും. ആണോ അല്ലേ? യെസ്, 34 മീറ്റർ എന്ന് വരും. ഓക്കെ, ബാക്കി ഇതിൻ്റെ നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യട്ടോ. സോ എക്കോന്റെ ചോദ്യം വരും. അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, 7:30 ലൈവിൽ കൃത്യമായിട്ട് വന്നോ, സെറ്റാക്കി തരാം.